ഹെർണിയയുടെ കാര്യം ഇപ്പൊ തൊടുമ്പുള്ള വേദനകളൊക്കെ ഒരു 70-80% കുറവുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നത്തിനും വളരെ വ്യത്യാസമുണ്ട്. കാരണം 4 തവണയൊക്കെ ബാത്റൂമിൽ പോയിരുന്നു, ഇപ്പൊ 2 തവണ 1 തവണയൊക്കെ ആയിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ പേര് നാരായണൻ എന്നാണ്. പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്നാണ് വരുന്നത്. ഞാനൊരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് ചേർന്നത്, ഫ്രീ ക്ലാസ്സിൽ ചേർന്നിട്ട് ആണ് ഈ അതിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, യോഗ ചെയ്യാൻ പറ്റാതെ ഈ പ്രോസ്റ്റേറ്റിന്റെ അല്ല ഹെർണിയയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് യോഗ ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോ അതിന് ആൾട്ടർനേറ്റീവും കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇതിൽ ചേരുന്നത്. അപ്പാണ് POP കാര്യം പറഞ്ഞത്, ഡയമണ്ടിന്റെ കാര്യം പറഞ്ഞത്. ഏതായാലും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഡയമണ്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ശാരീരികമായുള്ള പ്രശ്നങ്ങൾ, ഹെർണിയ, അതേപോലെ പ്രോസ്റ്റേറ്റിന്റെ ചെറിയ പ്രശ്നങ്ങള്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സൊരു എംപ്റ്റി ആയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആയ മാതിരിയാണ് 21 ദിവസം കഴിഞ്ഞപ്പോൾ. അതിൽ ഒരു ദിവസമൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നുള്ളൂ. അത് അന്ന് വൈകുന്നേരം ആ വീഡിയോ എടുത്തിട്ട് അത് ചെയ്യാനും സാധിച്ചു. ഹെർണിയയുടെ കാര്യം ഇപ്പൊ തൊടുമ്പുള്ള വേദനകളൊക്കെ ഒരു 70-80% കുറവുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നത്തിനും വളരെ വ്യത്യാസമുണ്ട്. കാരണം 4 തവണയൊക്കെ ബാത്റൂമിൽ പോയിരുന്നു, ഇപ്പൊ 2 തവണ 1 തവണയൊക്കെ ആയിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോഴ്സിന്റെ വില എന്ന് പറയുന്നത്, അറിവിന് വില നിശ്ചയിക്കാൻ നമുക്ക് അതിനുള്ള ഒരറിവില്ല പറഞ്ഞില്ലേ. ഇപ്പൊ 1 റുപ്യ കൊടുക്കണോ, 1 ലക്ഷം കൊടുക്കണോ, 10 ലക്ഷം കൊടുക്കണോ എന്നുള്ളതല്ല അതിന്റെ. അതില് കിട്ടുന്ന ഇൻഫർമേഷന്റെ വാല്യൂ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വില. അതിൽ പൈസയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തില് ഇത്തരം കാര്യങ്ങളില് നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളാണ് 80% ആളുകളും. അപ്പൊ ഇതിനൊക്കെ എന്താണ് തെളിവ്? അപ്പൊ ഇതൊക്കെ ഒരു വ്യാജമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും 80%. എന്തായാലും 21 ദിവസത്തെ എല്ലാവിധ സപ്പോർട്ടും, സാറിന്റെ ക്ലാസ് ആയാലും ശരി, സാറിന്റെ ഗ്രൂപ്പിന്റെ സപ്പോർട്ടായാലും ശരി. കാരണം നമ്മള് ചിലപ്പോ 5:30 ക്ലാസ്സിന് ചിലപ്പോ 5:25 നീട്ടാനും ശരി, ഇത് 4:45 തയ്യാറാക്കി വരാത്ത ആളുകളെ വിളിക്കുക, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ആ പൈസയേക്കാൾ അപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളാന്ന് പറയുന്നത്.